ബാറ്റ് കൊണ്ട് അഭിഷേക് തകർത്തടിച്ചതിന് പിന്നാലെ പന്തുമായി ബോളർമാരും മിന്നിയപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പര 4-1 ഇന്ത്യ സ്വന്തമാക്കി. വാങ്കഡയിൽ അഭിഷേക് ശർമ്മ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചപ്പോൾ ഇന്ത്യക്കെതിരായ അഞ്ചാമത്തെയും അവസാനത്തെയും T20യിൽ ഇംഗ്ലണ്ടിന് നാണം കെട്ട തോൽവിയാണുണ്ടായത്. പൊരുതാൻ പോലും കഴിയാതെ 150 റൺസിന്റെ വൻ പരാജയത്തിലേക്കാണ് ജോസ് ബട്ട്ലറും സംഘവും കൂപ്പുകുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ അഭിഷേകിന്റെ റെക്കോർഡുകൾ കടപുഴക്കിയ സെഞ്ചുറിയുടെ കരുത്തിലാണ് കൂറ്റൻ വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് മുൻപിൽ വെച്ചത്. T20യിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും മികച്ച സ്കോറാണ് അഭിഷേക് വാങ്കഡയിൽ കണ്ടെത്തിയത്. ശുഭ്മാൻ ഗില്ലിന്റെ 126 റൺസ് എന്ന റെക്കോർഡാണ് അഭിഷേക് മറികടന്നത്. T20യിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ രണ്ടാമത്തെ അർദ്ധശതകം, വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി എന്നീ നേട്ടങ്ങളും അഭിഷേക് തന്റെ പേരിലാക്കി. ഒടുവിൽ 54 പന്തിൽ നിന്ന് 135 റൺസ് എടുത്താണ് അഭിഷേക് ക്രീസ് വിട്ടത്. 7 4ഉം 13 6ഉം അഭിഷേകിന്റെ ബാറ്റിൽ നിന്നും പറന്നു. ഒരു വശത്ത് മിന്നും ബാറ്റിംഗുമായി അഭിഷേക് പിടിച്ചു നിൽക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യൻ വിക്കറ്റുകൾ വീഴ്ത്താൻ ഇംഗ്ലണ്ടിനായി. തിലകിന്റെയും അഭിഷേകിന്റെയും സെഞ്ചുറി കൂട്ടുകെട്ടിന് ശേഷം മറ്റൊരു മികച്ച കൂട്ടുകെട്ട് കണ്ടെത്തുവാൻ ഇന്ത്യക്കായതുമില്ല. മികച്ച തുടക്കത്തോടെ പ്രതീക്ഷ നൽകിയെങ്കിലും മലയാളി താരം സഞ്ജു പതിവ് പിഴവ് ആവർത്തിച്ച് വിക്കറ്റ് വലിച്ചെറിഞ്ഞു. ജോഫ്ര ആർച്ചറുടെ ആദ്യ ഓവറിൽ തകർത്തടിച്ചാണ് സഞ്ജു തുടങ്ങിയത്. കൂറ്റൻ സ്കോർ പിന്തുടർന്ന ഇംഗ്ലണ്ടിന് ഓപ്പണർ ഫിൽ സാൾട്ട് മികച്ച തുടക്കമാണ് നൽകിയത്. എന്നാൽ ഇംഗ്ലണ്ട് നിരയിൽ മറ്റാർക്കും സാൾട്ടിന് പിന്തുണ നൽകാൻ സാധിച്ചതുമില്ല. സാൾട്ട് നിലയുറപ്പിക്കാൻ ശ്രമിക്കും തോറും ഒരറ്റത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു. ഒടുവിൽ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 10.3 ഓവറിൽ 97 റൺസ് മാത്രമെടുത്ത് ഓൾ ഔട്ടായി. ഇതോടെ 4-1 ഇന്ത്യ പരമ്പരയും സ്വന്തമാക്കി.